ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് തയ്യൽ പഠിച്ച് തുടങ്ങുന്നവർക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. സ്റ്റിച്ചിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ ടേപ്പ്, സിസേഴ്സ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരാണ് സീം റിപ്പർ. അതായത് നമ്മൾ തയ്യൽ അല്ലെങ്കിൽ തുന്നലൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് സമയലാഭത്തിൽ നമുക്ക് തുന്നൽ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ മെറ്റീരിയലിൽ കേടാവാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ പിന്നൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നൂല് വലിഞ്ഞു പോകാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. കൂർത്തൊരു വശമുണ്ട്, പിന്നെ ഒരു മൊട്ടുള്ള വശമുണ്ട്, നടുക്കായിട്ട് ഒരു ബ്ലേഡും ഉണ്ട് ഇതിന്. അങ്ങനെയാണ് സീം റിപ്പർ കാണുന്നത്. ഇതിലെ 3 വശങ്ങളും ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ നൂല് കട്ട് ചെയ്ത് കളയുന്നത്, ആ ഒരു സ്റ്റിച്ചിലുള്ള നൂല്. അപ്പോൾ നൂല് എങ്ങനെയാണ് കട്ടായി പോകുന്നത് ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു ബ്ലേഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഈ ഒരു രീതിയിൽ നമ്മൾ നൂല് അതിൻ്റെ ഉള്ളിലേക്ക് കയറുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മുന്നോട്ട് അഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് പൊട്ടിപ്പോകും. കാരണം സെൻറ്റർ പോർഷനിൽ ബ്ലേഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബ്ലേഡ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ നൂല് ജസ്റ്റ് കട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നൂലിലൊന്ന് കട്ട് ചെയ്ത് കാണിച്ചത് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇവിടെ ഞാനൊരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇനി അഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. മടക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അടിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അഴിക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് ഒന്നെങ്കിൽ സ്റ്റിച്ച് പൊട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പുറമേ ആയിട്ടാണെങ്കിലും പൊട്ടിച്ചു കൊടുക്കുക. ആദ്യം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഈ കൂർത്ത വശമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതാ ഇവിടെ ആയിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കൂർത്ത വശം ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. പൊട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കതിങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ തുറക്കാൻ കണ്ടു, ഇതുപോലെ നമുക്ക് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ ഈ സീം റിപ്പർ കയറ്റിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ പൊട്ടിച്ചു കൊടുക്കുക. പൊട്ടിച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് സീം റിപ്പർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് നേരത്തെ പറഞ്ഞ പോലെ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉള്ളിലേക്ക് കയറ്റുന്നതെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കേടായി പോവും. കണ്ടോ, അതായത് ആ വലിയ നീണ്ടു നിൽക്കുന്ന പോർഷനില്ലേ, അതാണ് കയറ്റുന്നതെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ കേടായി പോവും. അതായത് അതിന് ഭയങ്കര കൂർത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് മെറ്റീരിയൽ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു കൂർത്ത് നിൽക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് നല്ല ഷാർപ്പാണ്, അതുകൊണ്ട് കീറിപ്പോവും. അപ്പോൾ നമ്മളിതാ ഈ ഒരു മൊട്ട് പോലുള്ള പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനാണ് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഇതൊന്ന് മുന്നിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കണ്ടോ ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സീം റിപ്പർ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യിക്കുമല്ലോ, ആ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ആ ഒരു കൂർത്ത് നിൽക്കുന്ന പോർഷൻ കുറച്ച് ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് വശങ്ങളിലുള്ള തുണിയിലേക്ക് കൂർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വേഗം കയറിയിട്ട് മെറ്റീരിയൽ കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുന്നത് കറക്റ്റായ രീതിയിൽ തന്നെ ചെയ്തില്ലെങ്കിൽ നമുക്കതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ കണ്ടോ ഇതുപോലെ തുളഞ്ഞ് കയറുന്നതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് അഴിക്കുന്നതിൻ്റെ 1% സമയം മാത്രം മതി നമുക്ക് ഈ ഒരു സീം റിപ്പർ വെച്ചിട്ട്. ചിലപ്പോൾ അത്രയും സമയം പോലും നമുക്ക് വേണ്ടി വരത്തില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കണ്ടോ, അപ്പോൾ നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്തതേ ഉള്ളൂ, അപ്പോൾ തന്നെ ആ ഒരു ഫുൾ സ്റ്റിച്ചും നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാലൻസ് ഫുള്ളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. ഇത് നമുക്ക് കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് പയ്യെ കാണിച്ചു തരുന്നത്. ഇത്രയുമാണ് സീം റിപ്പറിനെ പറ്റി പറയാനായിട്ടുള്ളത്. യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മീഷോന്നായിരുന്നു. ഒരു 153 രൂപയ്ക്ക് കുറച്ചധികം പ്രൊഡക്റ്റ്, സ്റ്റിച്ചിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടൂൾസിൻ്റെയൊക്കെ യൂസ് എന്താണെന്നുള്ളതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. സായ ഡിസൈൻസ് എന്ന് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ID വരുന്നത്. അപ്പോൾ അതിൽ ആക്റ്റീവ് ആയിരിക്കും, മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.